ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. ഫൈനലി നമ്മളുടെ ഡോഗ്സിൻ്റെ എയർ ഡ്രോപ്പ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മളുടെ എക്സ്ചേഞ്ചിലേക്കും ടെലഗ്രാം വാലറ്റിലേക്കും എടുക്കാനുള്ള ടൈമും ഇന്നലെ അവസാനിച്ചു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ടെലഗ്രാമിലും യൂട്യൂബിലും എല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് എല്ലാവരും വിഡ്രോ ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി അഥവാ നിങ്ങൾ വിഡ്രോ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമല്ല, നിങ്ങൾക്ക് 26-ാം തീയതിക്ക് ശേഷം വീണ്ടും നിങ്ങൾക്ക് കസ്റ്റോഡിയൽ വാലറ്റിലേക്ക്, അതായത് ടോൺ കീപ്പർ, മൈടോൺ പോലുള്ള വാലറ്റുകളിലേക്ക് വിഡ്രോ അടിക്കാൻ പറ്റുന്ന ഓപ്ഷൻ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നിങ്ങൾ വിഡ്രോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് 26-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ അപ്ഡേറ്റ്സും കൃത്യസമയത്ത് കിട്ടാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കിട്ടുന്നതാണ്. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് എക്സ്ചേഞ്ചിലേക്ക് വിഡ്രോ ചെയ്തവർക്ക് കോയിൻസ് കിട്ടിയതിന് ശേഷം 26-ാം തീയതി സെല്ല് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ലിസ്റ്റിങ്ങിന് ശേഷം മാത്രമേ സെല്ല് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ലിസ്റ്റ് ആവുന്ന 26-ാം തീയതിയാണ്. അപ്പോൾ 26-ാം തീയതി എങ്ങനെ സെല്ല് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സെല്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ലേറ്റ് ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് പ്രൈസിന് സെല്ല് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇഷ്യൂസ് ഒക്കെ വരും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഏത് എക്സ്ചേഞ്ചിലേക്കാണോ വിഡ്രോ ചെയ്തത് ആ ഒരു എക്സ്ചേഞ്ചിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അസറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോവുക. ഏറ്റവും താഴെ ബൈബിറ്റ് ആണെങ്കിൽ അസറ്റ്സ് എന്ന് പറയുന്ന സെക്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ചില എക്സ്ചേഞ്ചസിൽ ഇതിൻ്റെ പേര് വാലറ്റ് എന്നായിരിക്കും. ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസാണ് കിട്ടുക. ഇവിടെ നിങ്ങൾക്ക് 3 അക്കൗണ്ട്സ് ആണ് എല്ലാ എക്സ്ചേഞ്ചസിലും മെയിൻ ആയിട്ട് ഉണ്ടാവുക. കുറച്ച് താഴേക്ക് വന്ന് നമുക്ക് കാണാൻ പറ്റും അക്കൗണ്ട്സിൽ ഫണ്ടിങ്, യൂണിഫൈഡ് ട്രേഡിംഗ്, ഇൻവെസ്റ്റ് ഡെറിവേറ്റീവ്, ഈ 3 അക്കൗണ്ട്സ് ആണ് മെയിൻ ആയിട്ട് എല്ലാ എക്സ്ചേഞ്ചസിലും ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾ ഏത് എക്സ്ചേഞ്ചിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്താലും ഡെപ്പോസിറ്റ് ചെയ്യുന്ന കോയിൻ ഫണ്ടിങ് അക്കൗണ്ടിലേക്കാണ് വരിക. ഏത് എക്സ്ചേഞ്ചിലാണെങ്കിലും സെയിം പ്രോസസ്സ് തന്നെയാണ്. ഡിഫോൾട്ട് ആയിട്ട് ഫണ്ടിങ് അക്കൗണ്ടിലേക്കാണ് വരിക. നമ്മൾ ഇതിനു മുമ്പ് ഡോഗ്സിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സും മെമോ എല്ലാം കൊടുത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു. നിലവിൽ അത് പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ പ്രോസസ്സിംഗ് കഴിഞ്ഞതിന് ശേഷം 26-ാം തീയതിക്ക് മുൻപ് നമ്മുടെ എക്സ്ചേഞ്ചിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫണ്ടിങ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം, ഇത് ഓപ്പൺ ചെയ്യാം. ഫണ്ടിങ് അക്കൗണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോട്ടിന് പകരം ഡോഗ്സ് കാണാൻ പറ്റും. ഞാനിപ്പോൾ വാല്യൂ ഹൈഡ് ആക്കിയിരിക്കുകയാണ്, അത് അൺഹൈഡ് ചെയ്യാം. അൺഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയ്ക്ക് വെർത്തായിട്ടുള്ള ഡോഗ്സ് കോയിൻ ആണ് ഉള്ളത് എന്ന് കാണും. ഓക്കെ, എനിക്കിപ്പോൾ നിലവിൽ ഡോഗ്സ് കോയിൻ ലിസ്റ്റ് ആവാത്തത് കൊണ്ട് തന്നെ ഡോഗ്സ് കോയിൻ കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു എക്സാമ്പിളിലൂടെ ചെയ്യുന്നത് നോട്ട് കോയിൻ ആണ്. ഈ ഒരു നോട്ട് കോയിൻ ആണ് ഡോഗ്സ് എന്ന് നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിക്കുക. അതിനുശേഷം മാത്രം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. സെയിം പ്രോസസ്സ് തന്നെയാണ് ഡോഗ്സിനും നോട്ടിനും എല്ലാ കോയിനും വർക്ക് ആവുക. ജസ്റ്റ് ഇപ്പോൾ ഞാൻ നോട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് നോക്കി ഇതുപോലെ തന്നെ ഡോഗ്സ് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല, ഡോഗ്സ് തന്നെ കാണണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഞാൻ ഡോഗ്സ് സെല്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഡിഫോൾട്ടായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുക USD വാല്യൂ ആണ്, എന്ന് വെച്ചാൽ US$ വാല്യൂ ആണ്. നിങ്ങൾക്ക് ഇന്ത്യൻ മണി കാണണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ USD എന്ന് പറയുന്ന സ്ഥലം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറൻസി സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ INR സെലക്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ INR കാണാം. INR ക്ലിക്ക് ചെയ്താൽ ഇന്ത്യൻ മണിയിലേക്ക് മാറും. ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻ രൂപയിൽ എൻ്റെ കയ്യിൽ 6600 രൂപേൻ്റെ നോട്ട് കോയിനാണ് എൻ്റെ ഫണ്ടിങ് അക്കൗണ്ടിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫണ്ടിങ് അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനോ സ്വാപ്പ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഇത് ട്രാൻസ്ഫർ ചെയ്ത് യൂണിഫൈഡ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകണം. ഇവിടെ ഞാൻ ട്രേഡ് ചെയ്യുന്നതിനെ പറ്റിയും സ്വാപ്പ് ചെയ്യുന്നതിനെ പറ്റിയും കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ രണ്ടും ശ്രദ്ധിക്കാം. ഓക്കെ, ഡൗട്ടുള്ളവർ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ചെയ്യാം. നിങ്ങളുടെ ഡോഗ്സ് കോയിൻ ഇതുപോലെ തന്നെ നോട്ട് കോയിൻ്റെ സ്ഥലത്ത് കാണാൻ പറ്റും. അപ്പോൾ കറക്റ്റ് എന്ത് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇവിടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. ഈ ട്രാൻസ്ഫർ ഒന്നും ചെയ്യാതെ കൺവേർട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കറണ്ട് മാർക്കറ്റ് വാല്യൂവിൽ ഇത് USDT ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, ഒരു USDTൻ്റെ പ്രൈസ് $1, അത് ഒരിക്കലും മാറാൻ പോകുന്നില്ല. എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ USDT ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി വില കുറഞ്ഞു പോകുമോ, എല്ലാവരും സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. USDT ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് തന്നെ അത് P2P ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുക്കാം. അതെങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ അതിൻ്റെ കാര്യം നമ്മൾ ട്രേഡിംഗ് സീരീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് USDT തിരിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇന്ത്യൻ റുപ്പി ആയിട്ട് എടുക്കുക എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അതറിയാത്തവർ ആ ഒരു വീഡിയോ കണ്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല, കാരണം ഓൾറെഡി അതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നവരുടെ ടൈമും കൂടി വേസ്റ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കൺവേർട്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കൺവേർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഡോഗ്സ് കോയിൻ ഈ ഫ്രം എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡോഗ്സ് ആണ് സെലക്ട് ആക്കേണ്ടത്. ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയി വരും. ഇനി അഥവാ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ഡോഗ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫ്രം ഡോഗ്സ് ആക്കി മാറ്റുക. അതിനുശേഷം ടു USDT ആക്കി മാറ്റുക. ഇവിടെ വേറെ ഏതെങ്കിലും കോയിൻ ആണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം USDT ആക്കി മാറ്റുക. ഇവിടെ കുറേ കോയിൻസ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾ ടെതർ USDT എന്ന് പറയുന്ന കോയിൻ കാണാം, ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിലേക്കാണ് നമുക്ക് സ്വാപ്പ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എത്ര ഡോഗ്സ് കോയിനാണ് സ്വാപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണാം. നിങ്ങളുടെ കയ്യിൽ ബാലൻസ് എത്ര ഡോഗ്സ് കോയിൻ ഉണ്ടെന്ന് കാണാം. അത് നിങ്ങൾക്ക് എത്ര എണ്ണം ഇവിടെ കൊടുക്കണം എന്നുള്ള കാര്യം കൊടുക്കുക. അവിടെ മാക്സ് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളുടെ കയ്യിൽ എത്ര ഡോഗ്സ് കോയിൻ ഉണ്ടോ അത് മുഴുവനും USDT ആയിട്ട് കൺവേർട്ട് ആവും. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ കയ്യിലുള്ള നോട്ട് കോയിൻ, ഈ നോട്ട് കോയിൻ നിങ്ങൾ ഡോഗ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത്രയും ഡോഗ്സ് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് $78 ആണ്. ഇത് നമ്മൾ എപ്പോഴാണോ കൺവേർട്ട് ചെയ്യുന്നത് അപ്പോഴുള്ള മാർക്കറ്റ് വാല്യൂവിനനുസരിച്ചാണ് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡോഗ്സ് കോയിൻ എപ്പോഴാണോ സെല്ല് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള പൈസയാണ് ഇവിടെ വരിക. അത്രയും $ആണ് ഇവിടെ വരിക. അപ്പോൾ നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഡോഗ്സ് സെലക്ട് ആക്കുക, USDT സെലക്ട് ആക്കുക, അതിനുശേഷം കോട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, കോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നോട്ടിന് എത്ര രൂപ കിട്ടും, ഇത് കറണ്ട് മാർക്കറ്റ് വാല്യൂ ആണ്. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഇതാണ്, നിങ്ങൾ എല്ലാവരും വിചാരിക്കും സ്വാപ്പ് ചെയ്യാനാണ് ഭയങ്കര ഈസി എന്നുള്ള കാര്യം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് നഷ്ടമാണ് ഇവിടെ വരിക. കാരണം
നമ്മൾ വിചാരിക്കുന്നത് ട്രേഡിംഗ് ഫീ ഒന്നും കൊടുക്കേണ്ട എന്നുള്ള കാര്യമാണ്. സ്വാപ്പ് ചെയ്താലും ട്രേഡിംഗ് ഫീയും ഇവരെ പ്രോസസ്സിംഗ് ചാർജും ഒക്കെ പോകും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാം ഹിഡൻ ആണ് എന്നുള്ള കാര്യമാണ്. ട്രേഡ് ചെയ്യുമ്പോഴും നമുക്ക് ട്രേഡിംഗ് ഫീ ഒക്കെ ചെറിയ രീതിക്ക് പോകും, വലിയ രീതിക്കൊന്നും പോകില്ല. ആ സെയിം ട്രേഡിംഗ് ഫീ തന്നെ സ്വാപ്പ് ചെയ്യുമ്പോഴും അപ്ലൈഡ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൺഫേം അടിച്ച് കഴിഞ്ഞാൽ USDT ആയിട്ട് മാറും. ഫണ്ടിംഗ് അക്കൗണ്ടിലേക്ക് USDT വരും. ആ USDT എന്ത് ചെയ്യുക, P2P ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് കാണേണ്ടവർക്ക് അത് കണ്ട് P2P ചെയ്യാൻ പഠിക്കാം. P2P ചെയ്യാതെ നമുക്ക് എക്സ്ചേഞ്ചസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ നിന്ന് മാത്രമേ നമുക്ക് INR വെച്ച് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം P2P ചെയ്ത് മാത്രമേ നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്ചേഞ്ചിലേക്ക് നമുക്ക് ഈ USDT സെൻഡ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് INR ആക്കി വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കി. ഇതാണ് സ്വാപ്പ്. ഓക്കെ, ഇങ്ങനെയാണ് സ്വാപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, നമുക്ക് ട്രേഡ് ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ച് കറക്റ്റ് ലാഭത്തിന് വിൽക്കണം എന്നുള്ളവർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ട്രാൻസ്ഫർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫ്രം യൂണിഫൈഡ് ട്രേഡിംഗ് അക്കൗണ്ട് ടു ഫണ്ടിംഗ് അക്കൗണ്ട് ആണ് കിടക്കുന്നത്. ഓക്കെ, ഡിഫോൾട്ടായിട്ട് ഇങ്ങനെയാണ് വരിക. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രം എന്നുള്ളത് മാറ്റിയതിന് ശേഷം ഫണ്ടിംഗ് അക്കൗണ്ട് ഇടുക. അതിനുശേഷം ടു യൂണിഫൈഡ് ട്രേഡിംഗ് അക്കൗണ്ട് ആക്കുക. ഓക്കെ, ഇത്രയും ചെയ്തതിനു ശേഷം കോയിൻ നോട്ട് കോയിൻ ആണ് എനിക്ക് ഇവിടെ കിടക്കുന്നത്. ഇത് നിങ്ങൾ ഡോഗ്സ് കോയിൻ ആക്കണം. ഓക്കെ, ഡോഗ്സ് എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ മേലെ സെർച്ച് ചെയ്താൽ ഡോഗ്സ് കിട്ടും. ഇതാ ഡോഗ്സ് ഇവിടെ കാണുന്നുണ്ട്. ഇതുപോലെ DOGS എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡോഗ്സ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഡോഗ്സ് കോയിൻ ഇല്ല, കാരണം ഡോഗ്സ് കോയിൻ ലിസ്റ്റ് ആയിട്ടില്ല. ലിസ്റ്റ് ആയാൽ മാത്രമേ എനിക്ക് ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരാൻ പറ്റൂ. എന്നിട്ട് എന്ത് ചെയ്യുക, മാക്സ് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഡോഗ്സ് മാറ്റി വീണ്ടും നോട്ട് തന്നെ ആക്കുകയാണ്. നിങ്ങളവിടെ ഡോഗ്സ് ആണ് സെലക്ട് ആക്കേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ടോ അത്രയും മാക്സ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എത്ര ഡോഗ്സ് കോയിൻ ഉണ്ടോ അത്ര ഇവിടെ വരും. അതിനുശേഷം എന്ത് ചെയ്യുക, കൺഫേം ക്ലിക്ക് ചെയ്യുക. കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടിംഗ് അക്കൗണ്ടിലുള്ള ഡോഗ്സ് കോയിൻ എന്ത് ചെയ്യും, ഈ യൂണിഫൈഡ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറും. എന്ന് വെച്ചാൽ യൂണിഫൈഡ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറും. ഓക്കെ, പിന്നീട് എന്ത് ചെയ്യുക, ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം യൂണിഫൈഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഇവിടെ വന്നിട്ടുണ്ടോ നോക്കാനാണ് ഇത് ചെയ്യണം, നിർബന്ധമല്ല, വന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യൂണിഫൈഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഹൈഡാക്കി അൺഹൈഡാക്കാം. നമ്മൾ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത 6000 രൂപേൻ്റെ നോട്ട് കോയിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡോഗ്സ് കോയിൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഈ ഡോഗ്സ് കോയിൻ കൃത്യമായിട്ട് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ എത്തിയാൽ ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യുക, വീണ്ടും നിങ്ങൾ ബാക്ക് പോവുക, ഹോം പേജിലേക്ക് വരിക. അതിനുശേഷം ഇവിടെ സെർച്ച് കാണാം, ഒരു സെർച്ച് ബാർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡോഗ്സ് എന്ന് സെർച്ച് ചെയ്യുക, DOGS. അങ്ങനെ ഡോഗ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ കോയിൻ പെയറിൽ DOGS/USDT സ്പോട്ട് എന്ന് പറയുന്നൊരു സെക്ഷൻ വരും. ഓക്കെ, ഇതൊന്നുമല്ല, ഇത് ഡോജ് കോയിൻ ആണ്. ഡോഗ്സ് ലിസ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഡോഗ്സും വരുന്നതാണ്. ഓക്കെ, ഏറ്റവും മേലെ തന്നെ വരും. ഇപ്പോൾ ലിസ്റ്റ് ആവാത്തതുകൊണ്ടാണ് ഇപ്പോൾ കാണാൻ പറ്റാത്തത്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഡോഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതുപോലെ തന്നെ DOGS/USDT സ്പോട്ട്. ഓക്കെ, സ്പോട്ടാണ് നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടത്, USDT പെർപെൻച്വൽ അല്ല. ഓക്കെ, അപ്പോൾ DOGS/USDT സ്പോട്ട് ട്രേഡിംഗ് ആണ് ചെയ്യേണ്ടത്. സ്പോട്ടാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അത് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നോട്ട് കോയിൻ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ നോട്ട് കോയിൻ ആണ് നോക്കുന്നത്. നിങ്ങൾ ഇതുപോലെ എന്ത് ചെയ്യുക, ഡോഗ്സ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചാർട്ട് നോക്കണമെങ്കിൽ ചാർട്ട് എന്ന് പറയുന്ന സെക്ഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഇപ്പോൾ നിലവിലെ വില എന്നെല്ലാം കാണാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇവിടെ കാണാം. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വിൽക്കാൻ എന്ത് ചെയ്യുക, ഇവിടെ ട്രേഡ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് ഇടുക. ട്രേഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഉണ്ടാവുക. നമുക്ക് ചെയ്യേണ്ട എന്താ, സെല്ലാണ്, വിൽക്കാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സെൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സെല്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവൈലബിൾ എത്ര ഡോഗ്സ് കോയിൻ നിങ്ങൾക്ക് ഇവിടെ ബാലൻസ് ഉണ്ടെന്ന് കാണാം. എൻ്റെ ഇവിടെ കാണുന്ന നോട്ടാണ്. നിങ്ങൾ ഡോഗ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ എത്ര അവൈലബിൾ ഡോഗ്സ് ഉണ്ട് എന്ന് കാണിക്കും. ഓക്കെ, അതിനുശേഷം നമുക്ക് 2 ടൈപ്പിലാണ് മെയിൻലി വിൽക്കാൻ പറ്റുന്നത്. ഒന്ന് ലിമിറ്റ്, 2 മാർക്കറ്റ്. ഇപ്പോൾ ജസ്റ്റ് ലിമിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം. നമ്മൾ മനസ്സിലാക്കേണ്ട 2 മെയിൻ കാര്യം മാർക്കറ്റും ലിമിറ്റുമാണ്. ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ട്രേഡിംഗ് സീരീസിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഇതിൽ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ലിമിറ്റ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു വില നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നോട്ട് കോയിൻ ആണ്, ഇതുപോലെ ഡോഗ്സ് കോയിൻ ആണ് നിങ്ങൾ നോക്കേണ്ടത്. 0.012 ആണ് ഇപ്പോഴത്തെ പ്രൈസ്. ഓക്കെ, അപ്പോൾ എനിക്ക് 0.012 വിൽക്കണ്ട, എനിക്കൊരു 0.12 അല്ലെങ്കിൽ 13 ഒക്കെ ആകുമ്പോൾ വിറ്റാൽ മതി. ഇപ്പോൾ 12 ആണുള്ളത്, അപ്പോൾ എനിക്ക് 0.13 ആകുമ്പോൾ വിറ്റാൽ മതി, അല്ലെങ്കിൽ 0.02 ആകുമ്പോൾ വിറ്റാൽ മതി എന്ന് വിചാരിക്കാം. ഇന്നൊരു പ്രൈസ് കൂടുമ്പോൾ വിറ്റാൽ മതി എന്ന് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനെന്ത് ചെയ്യുക, ട്രേഡിലേക്ക് വരിക. അതിനുശേഷം ലിമിറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം എത്ര പ്രൈസ് ആകുമ്പോഴാണ് എനിക്ക് വിൽക്കേണ്ടത് എന്ന കാര്യം ഇവിടെ കൊടുക്കണം. നിലവിലെ മാർക്കറ്റ് പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ലിമിറ്റിൽ. ഇതെന്ത് ചെയ്യുക, എത്ര പ്രൈസിനാണ് നിങ്ങൾക്ക് വിൽക്കേണ്ടത് ആ പ്രൈസ് ആക്കി മാറ്റാം. ഇപ്പോൾ ഞാൻ 0.02 ആകുമ്പോൾ വിറ്റാൽ മതി എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് എത്ര കോയിനാണ് എനിക്ക് വിൽക്കേണ്ടത്, അതാണ് ക്വാണ്ടിറ്റി. എത്ര ഡോഗ്സ് ആണ് എനിക്ക് സെല്ല് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. നിങ്ങൾക്ക് 100% വിൽക്കണമെങ്കിൽ ഈ താഴെ ഒരു ബാർ ഇങ്ങനെ നീക്കി കൊടുത്ത് എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് സെല്ല് ചെയ്യണം നോക്കാം. 50% നിങ്ങളുടെ കയ്യിൽ ബാലൻസ് ഉള്ള കോയിൻസ് വിൽക്കുകയാണെങ്കിൽ എത്ര USDT കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ 100% വിൽക്കണമെങ്കിൽ 100% കൊടുത്തതിന് ശേഷം വിൽക്കാവുന്നതാണ്. അതിനുശേഷം ഈ മാർക്കറ്റ് പ്രൈസ് തന്നെ നിങ്ങൾക്ക് കിട്ടണം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ലിസ്റ്റ് അപ്പം തന്നെ നിങ്ങൾക്ക് സെല്ല് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ലിമിറ്റ് മാറ്റിയതിന് ശേഷം മാർക്കറ്റ് ഇടുക. ഓക്കെ, മാർക്കറ്റ് ഇട്ടതിന് ശേഷം 100% കൊടുക്കുക. 100% കൊടുത്തു കഴിഞ്ഞാൽ അപ്പത്തെ മാർക്കറ്റ് പ്രൈസിന് എത്രയാണ് നിങ്ങൾക്ക് കിട്ടുക ആ ഒരു പ്രൈസിലേക്ക് നിങ്ങൾക്ക് USDT സെല്ല് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ഡോഗ്സ് സെല്ല് ചെയ്ത് USDT ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കാനൊക്കെ അറിയുന്നവർ ചെയ്താൽ മതി. അല്ലാത്തവർക്ക് എന്ത് കിട്ടിയാലും മതി എന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു മാർക്കറ്റ് പ്രൈസിൽ സെല്ല് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് പ്രൈസ് ഇട്ട് കഴിഞ്ഞാൽ ഈ ചാർട്ടിൽ നിലവിൽ എത്രയാണോ ഈ ഒരു പ്രൈസ് ആ ഒരു പ്രൈസിന് തന്നെ സെൽ ഓർഡർ എക്സിക്യൂട്ട് ആകും. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ സെല്ലാവും. ഓക്കെ, സെല്ലാവണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പുറത്ത് ബൈ ചെയ്യാനും ഒരാൾ വേണം. അപ്പോൾ ബൈ ചെയ്യാൻ ആൾ ഉണ്ടാവുമോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടായേക്കാം. എപ്പോഴാണോ നമ്മൾ വിൽക്കുന്നത് അപ്പോൾ അപ്പുറത്ത് വാങ്ങാനും ആൾ വേണം. ഇനി നമ്മൾ വാങ്ങുകയാണെങ്കിൽ അപ്പുറത്ത് വിൽക്കുകയാണെങ്കിൽ
വേണമെങ്കിലും ആൾ വേണം, വൈസ് വേഴ്സ, അങ്ങനെ തന്നെയാണ് നടക്കുക എല്ലാ ട്രേഡിലും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാങ്ങാൻ ആളുണ്ടാവുമോ എന്ന് ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടായേക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എയർ ഡ്രോപ്പ് കിട്ടാത്തവരാണ് കൂടുതൽ, കിട്ടിയവരാണ് കുറവ്. അപ്പോൾ നമ്മൾ സെല് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും വാങ്ങാനും ആളുണ്ടാവും. അതുപോലെ തന്നെ ഈ ഡോഗ്സ് കോയിൻ നല്ലൊരു ട്രെൻഡിൽ നിൽക്കുന്ന ടൈമാണ് ഇപ്പോൾ. ഡോഗ്സ് അപ്പോൾ വാങ്ങാൻ ഉറപ്പായിട്ടും ആളുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഭയങ്കര കൂടിയ പ്രൈസൊന്നും ഇട്ടുവെക്കാതിരിക്കുക. 1 രൂപ 5 രൂപ ഒക്കെ എത്തുന്ന വിചാരിച്ചാൽ അതിലേക്ക് ഇട്ടുവെക്കരുത്. ഒരിക്കലും ആ പ്രൈസിലേക്ക് നമ്മളെ മീം കോയിൻ എത്താൻ പോകുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം മാർക്കറ്റ് പ്രൈസ് എത്രയാണോ ഇപ്പോൾ നിങ്ങൾക്ക് എത്തുമെന്ന് തോന്നുന്ന ഒരു പ്രൈസ്, അതൊക്കെ നിങ്ങൾക്ക് അനാലിസിസ് ചെയ്ത് ആ ഒരു പ്രൈസിലേക്ക് ലിമിറ്റ് ഓർഡർ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു ലിമിറ്റ് ഓർഡർ ഇട്ട് കാണിച്ചു തരാം. 0.03ക്ക് ഞാനിപ്പോൾ എൻ്റെ ഡോഗ്സ് കോയിൻ വിൽക്കുകയാണെന്ന് വിചാരിക്കുക. 100% ഞാൻ വിൽക്കുകയാണ്. അതിനുശേഷം സെൽ ഡോഗ്സ് എന്ന് പറയുന്ന ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെല്ല് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ സബ്മിറ്റഡ് എന്ന് പറയുന്ന ഒരു പോപ്പപ്പ് വരും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഓർഡർ ലിമിറ്റ് ഓർഡർ ഇവിടെ സെറ്റ് ആയത് കാണാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ലിമിറ്റ് ഓർഡർ എവിടെയാണെന്ന് നോക്കുക. എൻ്റെ ചാർട്ട് ഇതുവരെ നോട്ട് കോയിൻ എത്താത്തൊരു പ്രൈസാണ് ഞാൻ ഇപ്പോൾ സെല് ചെയ്യാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രാഗ് ചെയ്ത് താഴേക്ക് മേലേക്കൊക്കെ ആക്കാം, പ്രൈസ് മാറ്റുകയൊക്കെ ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് നോക്കി ചെയ്യാം, അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഈസി ആയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ നിങ്ങൾക്ക് ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ച് ഇനിയിപ്പോൾ ആ ഒരു ലിമിറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രൈസ് കിടക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇവിടെയാണ് ഇപ്പോഴത്തെ പ്രൈസ്. ഇത് ഇവിടെ എത്തുമ്പോൾ ഏറ്റവും മേലെ ഞാൻ ഇവിടെ ഇട്ട് വെച്ചിരിക്കുന്ന ലിമിറ്റിൽ എത്തുമ്പോൾ മാത്രമേ സെല്ലാവുള്ളൂ. അപ്പോൾ അവിടെ എത്തിയാൽ മതി, അവിടെ എത്തുമ്പോൾ സെല്ലായാൽ മതി എന്നുണ്ടെങ്കിൽ എനിക്ക് ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട, അവിടെ കിട്ടി അപ്പം തന്നെ സെല്ല് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് പ്രൈസ് കിട്ടിയാലും പ്രശ്നമില്ല. മാർക്കറ്റ് എത്രയാണ് പ്രൈസ്, ആ പ്രൈസിന് സെല്ല് ചെയ്ത് അങ്ങോട്ട് വിടാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ ട്രേഡ് ഒഴിവാക്കിയതിന് ശേഷം മാർക്കറ്റ് പ്രൈസിലേക്ക് സെല്ല് ചെയ്യാം. അപ്പോൾ ഞാനിത് ക്യാൻസൽ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുക, മാർക്കറ്റ് ഇടുക. എത്രയാണോ ഒരു ഡോഗ്സ് കോയിൻ്റെ വില, ആ വിലയ്ക്ക് അങ്ങോട്ട് സെല്ലാവും. അപ്പോൾ എന്ത് ചെയ്യുക, 100% ആക്കേണ്ടവർക്ക് 100% ആക്കാം, 50 വേണ്ടവർക്ക് 50, 75 വേണ്ടവർക്ക് 75. എത്ര പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് വിൽക്കേണ്ടത് അത്രയും പെർസെൻറ്റേജ് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ബാലൻസ് ഉള്ളത് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് സെല്ല് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അത് കൊടുത്തതിന് ശേഷം സെൽ ഡോഗ്സ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സെല്ലാവും. ഓക്കെ, അപ്പോൾ തന്നെ സെല്ലായതിനു ശേഷം USDT ആയിട്ട് മാറിയതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക, അസറ്റിലേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് യൂണിഫൈഡ് ട്രേഡിങ്ങിൽ നിങ്ങളുടെ USDT ആയിട്ട് എത്ര ബാലൻസ് ഉണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. USDT ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സേഫാണ്. പിന്നെ നിങ്ങൾ വില കുറഞ്ഞു പോകുമെന്നൊന്നും പേടിക്കേണ്ട. എത്ര വില ഡോഗ്സിന് കുറഞ്ഞാലും നമ്മളെ USDT സ്റ്റേബിളായിട്ട് നമ്മൾ എത്ര പ്രൈസിനാണോ വിറ്റത് ആ പ്രൈസിൽ തന്നെ നിൽക്കും. അപ്പോൾ USDT ആയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് P2P ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത് എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഈ USDT ഇന്ത്യൻ മണി ആക്കി ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുക്കാം എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതറിയാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ കണ്ട് പഠിക്കുക. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ കിട്ടും. ആ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എത്ര പെർസെൻറ്റേജ് ആണ് എൻ്റെ സെല്ല് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്നില്ലേ, ഫുള്ളായിട്ട് ഹോൾഡ് ചെയ്യണം അല്ലെങ്കിൽ ഫുള്ള് സെല്ല് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യം ഞാൻ തീർച്ചയായിട്ടും ലിസ്റ്റ് ആയതിനു ശേഷം അതിനെപ്പറ്റി വീഡിയോ ചെയ്യും. ലിസ്റ്റ് ആയതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ തന്നെ നോക്കി, അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് ഞാനൊരു തീരുമാനം എടുക്കുക. എത്ര പെർസെൻറ്റേജ് ഞാൻ സെല്ല് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് ഞാൻ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കിട്ടേണ്ടവർക്ക് അവിടെയും ജോയിൻ ചെയ്യാം. ലിങ്ക് നിങ്ങൾക്ക് താഴെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ കിട്ടിയ ഡോഗ്സിൻ്റെ എയർ ഡ്രോപ്പിൻ്റെ ക്യാഷ് സേഫ് ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഈ വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റായ 500 ലൈക്സ് ഒന്ന് കംപ്ലീറ്റ് ആക്കുക. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് വെക്കുക. അവിടെ ആയിരിക്കും എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.